നിലവിലുള്ള ബൈബിളിന്റെ പഴയ ഗ്രന്ഥങ്ങൾ പെന്റാറ്റ്യൂക്ക്, പഞ്ചഗ്രന്ഥികൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, രണ്ടാം പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 1 മുതൽ തുടങ്ങിയ വചനത്തിലും ആവർത്തനം പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 6 മുതൽ തുടങ്ങിയ വചനത്തിലും പഠിപ്പിച്ച പാഠം എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക, നമ്മുടെ കർത്താവായ ദൈവം അവൻ ഏകനാകുന്നു. ആ ഏകനായ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാർത്ഥതയോടെ സ്നേഹിക്കണം, ആരാധിക്കണം. അതാണ് മാനവകുലത്തിന്റെ മോക്ഷത്തിന്റെ മാർഗം, ഐക്യത്തിന്റെ മാർഗം, സമാധാനത്തിന്റെ മാർഗം. യേശുക്രിസ്തു പഠിപ്പിച്ച, മോശെ പ്രവാചകൻ പഠിപ്പിച്ച, കൃഷ്ണനും ഭാരതത്തിലെ ആധ്യാത്മിക ഗുരുക്കന്മാരും പഠിപ്പിച്ച ഈ ഈശ്വരാരാധന അത് ആവർത്തിക്കുകയായിരുന്നു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. മാനവതയ്ക്ക് മാർഗദർശനത്തിന്റെ മഹാവെളിച്ചവുമായി കടന്നുവന്ന മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആൻ 112-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വചനം ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക പ്രവാചകരെ, ദൈവം ഏകനാകുന്നു. ദൈവം അവൻ ഏകനാകുന്നു. ഹിന്ദുക്കൾക്ക് കുറെ ദൈവം, ക്രിസ്ത്യാനികൾക്ക് 3 ദൈവം, മുസ്ലിങ്ങളുടെ ദൈവം വേറെ, ബൗദ്ധരുടെയും ജൈനരുടെയും ദൈവം വേറെ. അങ്ങനെ ദൈവം തമ്പുരാനെ, ഈ പ്രപഞ്ച ശക്തിയെ, ഈ പരബ്രഹ്മത്തെ, അള്ളാഹുവിനെ, യഹോവയെ നിങ്ങൾ വർഗീയമായി കമ്പാർട്ട്മെന്റുകളിലേക്ക് പകുത്തെടുക്കേണ്ടതില്ല. അതുവഴി നിങ്ങൾ വർഗീയതയുടെ ചോരച്ചാലുകൾ തീർക്കേണ്ടതുമില്ല. ദൈവം ഈശ്വരൻ ഏകനാകുന്നു. അല്ലാഹു സമദ്, അവൻ സർവാധിനാഥനാകുന്നു. ഓം നമസ്തേ സദേ സർവ ലോകാശ്രയായ, അവൻ സർവാധിനാഥനാകുന്നു. ലം യലിദ് വലം യൂലദ്, ദൈവം ജനിച്ചിട്ടില്ല. അവന് പിതാവോ പുത്രനോ പുത്രിയോ എന്ന അവസ്ഥയില്ല. ഈശ്വരൻ 1400 വർഷം മുമ്പ് അറേബ്യയിൽ ജനിച്ചുവെങ്കിൽ ഈശ്വരന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകമുണ്ട്, പ്രപഞ്ചമുണ്ട്, മനുഷ്യരുണ്ട്. 1400 വർഷം മുമ്പ് അറേബ്യയിൽ ജനിച്ച ആ വ്യക്തിയെ അവർക്കറിയില്ല. 2000 വർഷം മുമ്പ് ഇസ്രയേലിൽ ദൈവം ജനിച്ചുവെങ്കിൽ അതിനു മുമ്പ് ലോകമുണ്ട്, അവർക്ക് അദ്ദേഹത്തെ അറിയില്ല. ഭാരതീയ പുരാണ പ്രകാരം 5 ഘട്ടങ്ങളാണ് ലോകത്തിന്: കൃതം, ത്രേതം, ദ്വാപരം, കലി, കൽപ്പം. കൃതയുഗം സൃഷ്ടിപ്പിന്റെ യുഗമാണ്, ത്രേതായുഗം രാമയുഗമാണ്, ദ്വാപരം കൃഷ്ണയുഗമാണ്, കലിയുഗം നാം ജീവിക്കുന്ന കലികാലമാണ്, കൽപ്പകാലം ലോകാവസാനമാണ്, പ്രളയമാണ്, ഖിയാമത്ത് നാളാണ്. ഈ 5 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യ പരമ്പരകൾക്ക് ഈ മുനിമാരെ, പല ഋഷിമാരെയും അറിയില്ല. അതുകൊണ്ട് ജനിമൃതുകളും പരിമിതികളുമുള്ളവരല്ല ദൈവം. ഞാനും നിങ്ങളും നെഞ്ചിലേറ്റേണ്ട ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിന്റെ വർഗീയതയില്ല പ്രിയമുള്ളവരെ. നമുക്കാണ്, നമ്മുടെ വികല ചിന്തകൾക്കാണ്, നമ്മുടെ അറിവില്ലായ്മകൾക്കാണ് വർഗീയത. പറഞ്ഞുവല്ലോ, മതം, വൈദിക ഗ്രന്ഥങ്ങളുടെ ആധ്യാത്മിക പാഠങ്ങൾ അത് മനുഷ്യന്റെ വിചാരബോധത്തെ പ്രബുദ്ധമാക്കുന്നു. അവിടെ വർഗീയത കാണാൻ കഴിയില്ല. എല്ലാവർക്കും വേണ്ടി വായുവും വെള്ളവും വെളിച്ചവും എല്ലാ അനുഗ്രഹങ്ങളും സംവിധാനിച്ച പടച്ച തമ്പുരാൻ മനുഷ്യരോട് വർഗീയത കാണിക്കുന്നില്ല. വർഗീയത കാണിച്ചിരുന്നുവെങ്കിൽ നിരീശ്വരവാദിക്ക് ദൈവം മഴ പെയ്യിപ്പിച്ചു കൊടുക്കുമായിരുന്നില്ല. കൊടുക്കുമോ? ഇല്ല. പക്ഷെ ദൈവത്തിന്റെ വർഗീയതയില്ല. ദൈവം സ്നേഹസ്വരൂപനാണ്, പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ്. നാം ആ ദൈവത്തെ വികലമായി വികൽപ്പിച്ചതുകൊണ്ട് നമുക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടായി. ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ, മോക്ഷത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരാൻ പ്രിയപ്പെട്ടവരെ, ഇത്തരം സർവമത മഹാസമ്മേളനങ്ങളിലെ ചർച്ചകൾ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാം, വിശുദ്ധ ഖുർആൻ ഈ മൗലികമായ തത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒരിക്കലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആനിനെ തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും പേരിൽ തെറ്റിദ്ധരിക്കരുത്. തീവ്രവാദവും ഭീകരതയും അനീതിയാണ്, അതിക്രമമാണ്. ഖുർആൻ 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ പറയുന്നു, വലാ യജ്രിമന്നകും ശറാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ജനതയോട് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന വിരോധം അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾക്ക് പ്രേരണയായി തീരരുത്. ആരോടും അനീതി പ്രവർത്തിക്കരുത്. വർഗീയവാദം, തീവ്രവാദം, ഭീകരത അത് അനീതിയാണ്.
കൊല്ലപ്പെട്ടത് ഹിന്ദുവല്ലേ, കൊല്ലപ്പെട്ടത് മുസ്ലിമല്ലേ, കൊല്ലപ്പെട്ടത് ക്രിസ്ത്യാനിയല്ലേ? തിരിച്ചടിക്കണം എന്ന തീവ്രവാദം, വർഗീയവാദം. നിരപരാധികളായ അനേക ലക്ഷം മനുഷ്യരുടെ ജീവൻ ഹോമിക്കപ്പെട്ടത് ഈ വർഗീയതയുടെ ബലിക്കല്ലിലാണ്. മതത്തിന്റെ അന്തർധാരയിൽ വർഗീയതയില്ല, മനുഷ്യ സ്നേഹമാണ്. ഖുർആൻ 49-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തിൽ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യവർഗമേ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ആദാമിന്റെയും ഹവ്വായുടെയും മക്കൾ. ബൈബിളിന്റെ പാഠം തന്നെയാണ്. ബാന്ധവ മാനവ സർവേ സ്വദേശോ ഭുവനത്രയം, മനുഷ്യരൊക്കെ ബന്ധുക്കളാണെന്ന് ഭാരതത്തിലെ വേദോപനിഷത്തുകളും പഠിപ്പിക്കുന്നു. ഈ ബന്ധുത്വമാണ് നമ്മൾ മറന്നത്. ഈ ഏകമാനവികതാ ബോധമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അത് തിരിച്ചു പിടിക്കാൻ വിശ്വാസത്തിന്റെ വഴി കൊണ്ട് മാത്രമേ സാധിക്കൂ. വ്യക്തിപൂജ, വീരാരാധന, ശക്തിപൂജ എല്ലാം മനുഷ്യരിൽ കടന്നുകൂടിയ അന്ധവിശ്വാസങ്ങളാണ്. സത്യവിശ്വാസത്തിന്റെ തെളിച്ചത്തിലേക്ക്, വേദഗ്രന്ഥങ്ങളുടെ മൗലികതയിലേക്ക്, സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആ ഉറവ വറ്റാത്ത ഊർജ സ്രോതസ്സിലേക്ക്, അടിസ്ഥാന വസ്തുതകളിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. മതം അവിടെ യാഥാർത്ഥ്യമായി തീരുന്നു. ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. മരണാനന്തരം മോക്ഷത്തിന്റെ ലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. വേദഗ്രന്ഥങ്ങളെല്ലാം അടിവരയിട്ട് ആ ലോകത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ സ്റ്റേജിലും ഈ സദസ്സിലുമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്ക് എത്ര പേർക്ക് മരണാനന്തരം മോക്ഷമെന്ന കാഴ്ചപ്പാടുണ്ട്? ജീവിതത്തിൽ പുണ്യം ചെയ്ത് ഏകദൈവാരാധകനായി സത്യവിശ്വാസിയും സൽക്കർമ്മിയുമായി മോക്ഷം കിട്ടണമെന്ന മനസ്സുണ്ട്. മരണാനന്തരം ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? ഉണ്ടാകണം. വേദഗ്രന്ഥങ്ങൾ പറയുന്നു, സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാതിഭേദി. സ്വർഗലോകത്ത് ഭയമില്ല, ന ജര വാർദ്ധക്യമില്ല. അവിടെയാണ് ശാശ്വത സന്തോഷവും സുഖാനുഭൂതിയും സമാധാനവുമുള്ളത്. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവ്രതാഹ പ്രസക്ത കാമഭോഗേഷു പദന്തി നരകേ യശുജൗ. നാനാ വിചാരങ്ങളാൽ വിഭ്രാന്തരായവർ, ദുർമോഹങ്ങളാൽ വിഷയാസക്തരായവർ നരകലോകത്തിൽ ആപതിക്കുമെന്ന് ഗീതയുടെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗ 16-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. ആ പരലോകം, നരക സ്വർഗങ്ങൾ സത്യമാണ്, സത്യമാണ്. ആ സത്യത്തെ അടിവരയിട്ട് വിരൽ ചൂണ്ടുകയായിരുന്നു മഹാമനീഷി യേശുക്രിസ്തു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നിലവിലുള്ള ബൈബിളിന്റെ മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വചനത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലയോ മനുഷ്യ, പാപം ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നുവെങ്കിൽ ആ കണ്ണിനെ നീ ചൂഴ്ന്നെടുത്ത് കളയുക. ഇരു കണ്ണുകളുമായി നരകത്തിൽ പോകുന്നതിലും ഭേദം ഒരു കണ്ണുമായി സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. പാപം ചെയ്യാൻ നിന്റെ കൈ കാരണമാകുന്നുവെങ്കിൽ കൈ നീ വെട്ടിമാറ്റിക്കളയുക. ഇരു കൈകളുമായി നരകത്തിൽ പോകുന്നതിലും ഭേദം ഒരു കൈയുമായി സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. പാപം ചെയ്യാൻ കാല് കാരണമാകുന്നുവെങ്കിൽ മുറിച്ചു മാറ്റിക്കളയുക. മുടന്തനായി സ്വർഗത്തിലെത്തുന്നതാണ് ഉത്തമം. ആ സ്വർഗ നരകങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. വിശുദ്ധ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ ഖുർആൻ ആ മഹാസത്യത്തെ, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ അടിവരയിട്ട് പഠിപ്പിക്കുന്നു. ഖുർആനിന്റെ 82-ാം അധ്യായത്തിന്റെ 13-14 വചനങ്ങൾ. ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. പുണ്യവാന്മാർ സ്വർഗത്തിലാണ്, പാപികൾ നരകത്തിലാണ്. ഭൗതികമായ കോടതികൾ, കൽത്തുറുങ്കുകൾ, ചാട്ടവാറുകൾ, തൂക്കുമരങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടായിട്ടും തമ്മാടിത്വം അരങ്ങ് തകർക്കുന്നു. എന്താ കാരണം? അധികാരത്തിന്റെ മറവിൽ രക്ഷപ്പെടാം. സമ്പത്തിന്റെ സ്വാധീനം. ഇന്ത്യ മഹാരാജ്യത്ത് പതിവില്ലാത്ത വിധം ജഡ്ജിമാരെയും ഉന്നതരായ വിധികർത്താക്കളും വിലക്കെടുക്കപ്പെടുന്നു. അവരെയും വിലക്കെടുത്തുകൊണ്ട് തമ്മാടിത്തത്തിന്റെ തോന്നിവാസത്തിന്റെ വഴിത്താരയിൽ നിർബാധം സഞ്ചരിക്കാമെന്ന് കരുതുന്ന ആൾക്കൂട്ടം. അവരെ പിടിച്ചുകെട്ടാൻ ഭൗതിക ലോകത്തെ നിയമസംഹിതകൾക്കാവില്ല. ഈശ്വര വിശ്വാസവും പാരത്രിക ബോധവും വേണം. പരലോക ദൈവത്തിന്റെ കോടതിയെ ഭയപ്പെടുന്ന ഒരു മനസ്സ് വേണം. ആ മനസ്സുള്ളവന് മനുഷ്യസ്നേഹിയാകാൻ കഴിയും, ധാർമ്മിക ബോധമുള്ളവനാകാൻ കഴിയും.
ആ ധാർമ്മികതയുടെ അധ്യാപനമാണ് പ്രവാചകന്മാരും മുനിമാരും ഋഷിമാരും പഠിപ്പിച്ചത്. ആ അധ്യാപനത്തെ അന്തിമമായി ആവർത്തിച്ചിട്ടുള്ള ഗ്രന്ഥം മാത്രമാണ് ഖുർആൻ. ഖുർആൻ അടിവരയിട്ട് പറയുന്നു, മനുഷ്യരെ നിങ്ങൾ ഒരു ജാതിയ, ഒരൊറ്റ ജാതി. നിങ്ങളുടെ സഖാവായ ദൈവം, അറബിയിൽ അല്ലാഹു എന്ന് പറയും. അല്ലാഹു. ഈ ചിത്രം കാണുമ്പോൾ പോലും എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ ഓംകാരത്തിന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, പരബ്രഹ്മ സൂചകമായ പ്രണവമന്ത്രം, പ്രാർത്ഥനയിലെ ആദ്യാക്ഷരം. ഈ ഓംകാര ചിത്രമൊന്ന് തലതിരിച്ചിട്ടാൽ അല്ലാഹു എന്ന അറബി വാക്കുമായി അടുത്ത ബന്ധം വരുന്നു. ആ ബന്ധം അത് നമ്മുടെ ചിന്താധാരയെ ഉദ്ദീപിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം, ദൈവമേ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം എന്ന പ്രാർത്ഥന പ്രസിദ്ധമാണ്, പ്രവാചകൻ പഠിപ്പിച്ചത്. ആ ശാന്തി മാർഗമാണ് ഖുർആൻ അടിവരയിട്ട് പഠിപ്പിക്കുന്ന വിശ്വാസ സംഹിതയുടെ അടിസ്ഥാനം. മനുഷ്യരെ നിങ്ങൾ ഒരു ജാതിയാണ്, നിങ്ങളുടെ സഖാവായ ഈശ്വരൻ അവൻ ഏകനാണ്, ഒരേയൊരുവനാണ്. അവന് രൂപമില്ല, ചിത്രമില്ല, പ്രതിഷ്ഠയില്ല, പ്രതിമയില്ല. ഈ പരബ്രഹ്മ ക്ഷേത്രത്തെ ഒന്നുകൂടി ആധ്യാത്മികതയുടെ വഴിത്താരയിൽ മുന്നോട്ട് നയിക്കുന്നത് ഈ കാഴ്ചപ്പാടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രൂപവും ചിത്രയും പ്രതിഷ്ഠയും പ്രതിമയുമില്ലാത്ത ക്ഷേത്രം. സ്വാമി ദയാനന്ദ സരസ്വതി ദ ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന അദ്ദേഹത്തിന്റെ കൃതികളുടെ സമാഹാരത്തിൽ പറയുന്നു, ഈശാവാസ്യോപനിഷത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ന തസ്യ പ്രതിമ അസ്തിഹി യശനാമ മഹദ്യസഹേ, ഈശ്വരന് പ്രതിമകളില്ല. ന തസ്യ പ്രതിമ, ഈശ്വരന് രൂപങ്ങളില്ല, ചിത്രങ്ങളില്ല. യേശുക്രിസ്തു ബൈബിളിൽ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വചനത്തിൽ, ദൈവത്തിന്റെ രൂപം അവരൊരു നാളും കണ്ടിട്ടില്ല, ദൈവത്തിന്റെ ശബ്ദം അവരൊരു നാളും കേട്ടിട്ടില്ല. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അടിവരയിട്ട് പറയുന്നു, ലാ തുദ്രിക്കുൽ അബ്സാർ, ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പദാർത്ഥ ലോകത്ത് സാധ്യമല്ല. ആ പദാർത്ഥ ലോകത്ത് കണ്ടുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത പ്രപഞ്ചത്തിന്റെ നാഥൻ അവനേകനാണ്. അവനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർണമായ ജീവിതം നയിക്കുന്നവർക്ക് മോക്ഷമുണ്ട്, സമാധാനമുണ്ട്. ഈ സമാധാനത്തിന്റെ ദർശനമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്ലാം. സകല വേദഗ്രന്ഥങ്ങളെയും സംഗ്രഹിച്ചുകൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് അന്തിമമായി മാനവതക്ക് മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ട ആധ്യാത്മിക പാഠം. നേരത്തെ ഉദ്ഘാടകനും ആമുഖ പ്രഭാഷകനും സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമും ഖുർആനും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ വാദിക്കാനോ ജയിക്കാനോ ഒന്നുമല്ല, അറിയാനും അറിയിക്കാനുമായി ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ശാന്തി എന്നാണ്, സമാധാനമെന്നാണ്. ലോകത്തെ 600 ചില്ലാനം കോടി മനുഷ്യർ